ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, താങ്കളെ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. ഒരു ഗുരുവായിട്ടാണോ, അധ്യാപകനായിട്ടാണോ, പ്രഭാഷകനായിട്ടാണോ, പ്രിയപ്പെട്ടവനായിട്ടാണോ, സുഹൃത്തായിട്ടാണോ, എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. ഗുരു കരുണയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ മാസ്റ്ററായി കണ്ടാൽ നീ ഒരു ശിഷ്യനാവും. നീ എന്നെ ഗുരുവായി കണ്ടാൽ നീ ഒരു സാധകനാവും. നീ എന്നെ പ്രഭാഷകനായി കണ്ടാൽ നീ ഒരു ശ്രോതാവാകും. നീ എന്നെ ഭഗവാനായി കണ്ടാൽ നീ ഒരു ഭക്തനാകും. നീ എന്നെ പ്രിയപ്പെട്ടവനായി കണ്ടാൽ നീ ഒരു പ്രേമിയാകും. നീ എന്നെ ഒരു സമകാലീനനായി കാണുകയാണെങ്കിൽ നീ ഒരു സുഹൃത്താവും. നീ എന്നെ എങ്ങനെ കാണുന്നു എന്നത് എന്നിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. മാറ്റം മുഴുവൻ സംഭവിക്കുന്നത് നിന്നിൽ മാത്രമാണ്. ലോകത്തിലുള്ള ഏതൊന്നിനെയും നീ എങ്ങനെ നിർവചിക്കപ്പെടുന്നുവോ അതിനെ സംബന്ധിച്ചിട്ടുള്ള നിന്റെ ബന്ധവും അതിലൂടെ നിർവചിക്കപ്പെടുന്നു. ദശരഥൻ രാമനിൽ കണ്ടത് ഒരു മകനെയാണ്. അതുകൊണ്ട് ദശരഥൻ ഒരു പിതാവായി മാറി. മകനെ പിരിയേണ്ടി വന്ന ദുഃഖം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. സീത രാമനിൽ കണ്ടത് ഭർത്താവിനെയായിരുന്നു. അങ്ങനെ സീത ഭാര്യയായി മാറി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രാമന്റെ ദുഃഖത്തിന്റെ പകുതി സീത അനുഭവിക്കേണ്ടി വന്നു. ലക്ഷ്മണൻ രാമനിൽ കണ്ടത് ഒരു സഹോദരനെയായിരുന്നു. അങ്ങനെ ലക്ഷ്മണൻ സഹോദരനായി മാറി. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ സഹോദരന്റെ സ്നേഹത്തിലാണ് കഴിഞ്ഞത്. രാവണൻ രാമനിൽ കണ്ടത് ശത്രുവിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവണൻ സ്വയം ശത്രുവായി മാറി. അവസാനം രാവണനും നശിച്ചു. ഇത്രയും ബുദ്ധിമാന്മാർക്കിടയിൽ ഒരു കുരങ്ങൻ രാമനെ ദൈവമായി കണ്ടു. കാലക്രമേണ അവനും ദൈവത്വത്തിലേക്ക് ഉയർന്നു. നീ എന്തിനെ എങ്ങനെ കാണുന്നുവോ അത് നിന്നെ അതായിട്ടാണ് രൂപപ്പെടുത്തുന്നത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.